അങ്ങനെ ഗൈസ് നമ്മൾ കഫിക്കാനയിൽ എത്തിയിരിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി. ഇന്ന് പക്ഷേ നമ്മൾ കളി കാണാൻ വന്നിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻ ഫാനായ ഷസാം അതിൻ്റെ മണ്ടിയിലോട്ട് കയറി പോയിട്ടുണ്ട് സീറ്റ് മുടിച്ചിട്ട് അവിടെ നിന്ന് കളിയാണ്. അപ്പം ഞാനും പോയിട്ട് മുംബൈ ഇന്ത്യൻസ് തോക്കോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പഞ്ചാബ് ഒന്ന് ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ തീരും, നോക്കാം. 200 എടുക്കാൻ പറ്റിയ അമ്മമാർ ജയിക്കും. എന്തായാലും മുംബൈ ഇന്ത്യൻസ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചു വരുത്തിനിപ്പുണ്ട്. ഞാൻ തോക്കണം എന്ന് വിചാരിക്കാം ഗൈസ്. മുംബൈ ഇന്ത്യൻസ് തോറ്റാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനും ഇരിക്കാം, നോക്കാം. നല്ല രസമുള്ളൂ. ചെന്നൈയും RCB ആണ് ഞാൻ ഈ പ്രാവശ്യം സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് പിന്നെ മുംബൈ ഇന്ത്യൻസ് ജയിച്ചാലും തോറ്റാലും എനിക്ക് പ്രശ്നമില്ല. എനിവേസ് ഗൈസ്, ലെറ്റ്സ് സീ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഗൈസ്, കഫിക്കാനെ വന്നപ്പോൾ ഇപ്പോൾ ഒരു ഫാമിലി കണ്ടായിരുന്നു അബുദാബി എന്നുള്ള. അവർ പറയുന്നത് എൻ്റെ വ്ളോഗ് കണ്ടിട്ടാണ് കഫിക്കാനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട്. കഫിക്കാനെ ഉള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ നോട്ട് ദ പോയിന്റ്, ഷെയർ തരേണ്ട സമയമായി കേട്ടാ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം പുറത്തുനിന്നൊക്കെ വന്ന് കഫിക്കാനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. വെരി ഹാപ്പി ഗൈസ്, നിങ്ങൾ എൻ്റെ വ്ളോഗ് കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. എനിവേസ്, ഇവിടെ നിന്ന് കളി കാണാമെന്നുള്ള സെറ്റപ്പിലാണ്. മുംബൈ ഇന്ത്യൻസ് തോറ്റാൽ മതിയായിരുന്നു. ഇവൻ്റെ മുഖത്തുള്ളൊരു നിരാശ കാണാൻ വേണ്ടി മാത്രം. ലെറ്റ്സ് സീ. ബൈ. ഹാപ്പി ബർത്ത്ഡേ. വൃത്തികെട്ടവനെ. ഹാപ്പി ബർത്ത്ഡേ. Come on guys, ഞാൻ കൂറായിട്ട് വന്നല്ലേ. ഞാൻ സർപ്രൈസ് ആയ വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു. എല്ലാ ആൾക്കാരും അതിൻ്റെ സർപ്രൈസ് ആയി. നീ എന്താണ് ഇവിടെ നോക്കിട്ട് പോയത്? ഞാൻ ഒന്ന് അഭിനയിച്ചല്ലേ. നിങ്ങളെല്ലാരും എപ്പോ എത്തി? കുറെ നേരമായാ? എവിടെ എന്തോ സ്വന്തമായിട്ട് എന്തൊക്കെ എന്താ നീയാണ് ആദ്യം വന്നത്? ഇവിടെ എന്ത് ചെയ്തു? അപ്പൊ ഗൈസ്, വീണ്ടും ഞാൻ ഷോക്കായിരിക്കുകയാണ് ഒന്നുകൂടെ. താങ്ക് യു. എടാ വേറെ ഏതെങ്കിലും സ്ഥലം പിടിയടാ. എല്ലാ പ്രാവശ്യം ഇത് തന്നെയല്ലേ പിടിക്കണം. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എറണാകുളത്ത് വേറെ സ്ഥലമൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കി നമ്മളെ. ഇനിയിപ്പോ കുഴപ്പമില്ല ഗൈസ്. കഫിക്കാന നമ്മുടെ വീട് പോലെയൊക്കെ തന്നെ ഇരുന്നോളൂ. എല്ലാരും ഇരിക്കൂ ഗൈസ്. ഇവിടെ വേറെ കേസ് കേക്കൊന്നുമില്ലേ? എന്തായാലും ആ സർപ്രൈസ്. ഗിവ് മീ ദ കേക്ക്സ്. ആരെങ്കിലും എൻ്റെ വ്ളോഗും കൊണ്ടായിരുന്നു. ആ താങ്ക്സ്, താങ്ക് യു. ഒന്ന് അവൻ വെച്ചേക്കണ്, ഒന്ന് എൻ്റെത്. വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുടെയെങ്കിലും ഉണ്ടോ? ആ ഇന്ന് ഒന്നും ഇല്ലെന്ന് ഞാൻ മുടക്കാൻ പാടില്ല. അത് തന്നെ, ഞാനൊരു ആചാരം പോലെ ചെയ്യുന്നുണ്ട്. നീയാണ് എന്റെ ഇൻസ്പിറേഷൻ. ഞാൻ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടണില്ല ചെയ്യാനായിട്ട്. എവ ഉള്ളതുകൊണ്ട് ദിവസം എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞാലും ചെയ്യണം. എന്ത് ചെയ്യുമെന്തോ ഒരു പിടിയില്ല. ഓക്കെ, എല്ലാരും ഇരിക്കും. എല്ലാരും അല്ല ശാരി എനിക്ക് നമ്മളൊക്കെ ഇടയ്ക്ക് കണ്ടല്ലേ ഉള്ളൂ. ഞാൻ ഇത്രയും പെട്ടെന്ന് നമ്മൾ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. നീ നിന്നെ കണ്ട് കുറെ നാളായി. ഇരിക്കണം. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. കേക്ക് ഉണ്ടെന്ന് കൊണ്ടുവരൂ. ഫ്ലാഷ് എന്തോടെ ഇത്? ഓ കിള്ളം കേക്കാണല്ലോ. ആസ് ഓൾവേസ്. ഓ പറയണ്ട, അറിയാം. ഞാൻ തന്നെ എല്ലാവർക്കും താങ്ക് യു. എങ്ങനെയാണ് നീ എടുക്കാനുള്ളത്? നീ തന്നെ എടുത്തോ അല്ലെങ്കിൽ അവനെ കൊടുത്തോ, എന്തെങ്കിലും ചെയ്തു. ഓക്കെ, റെഡി? 1 2 3. എല്ലാവരും ഫോട്ടോ എടുക്കണോ? കേക്കിന്റെ ഫോട്ടോ എടുത്തോ ആരെങ്കിലും? ഞാൻ എടുത്തോളാം, ഇതെന്റെ ഫോണിൽ. ഒരു മിനിറ്റ്, ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് പാടാം ഗൈസ്. എന്തായാലും ഒരു മിനിറ്റ്. പുതുതായിട്ട് വാങ്ങിച്ചോണ്ട് ഉടക്കാനാ, നശിപ്പിക്കരുത്. താങ്ക് യു ഗൈസ്, താങ്ക് യു. അവിടെ റെക്കോർഡ് അടി. താങ്ക് യു ഗൈസ്, താങ്ക് യു. സന്തോഷം. നീ ഞാൻ കേക്ക് മുറിച്ചില്ല തരാം. ഒരു മിനിറ്റ്. ഇത് ഈ ശാസ്ത്രീയ കേക്ക് എടുക്കുന്നതാണ് പണി. ഓക്കെ, എടുക്കണേ. ഇതൊക്കെ എടുക്ക കേട്ടാ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്.
ഞാൻ ഈ പ്രായത്തിൽ ഓടി താങ്ക്സ് ഡാ. അയ്യോ ഇത് കൊറേ തിന്നേണ്ടി വരുമല്ലോ. വേണ്ടി വരും എനിക്ക് നീയല്ലേ ഓർഡർ ചെയ്താ? പോർച്ചുഗലിൽ നിന്ന് വന്നേലേ ഇരിക്കട്ടെ കുറച്ച്. ഒരു മുതുക് കഷ്ണം എവിടെ സനുബ്രോ ഈ തൂൺ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എനിക്ക് എടി എനിക്ക് തരണമെന്നില്ല. ഇത് ആരെങ്കിലും ഒന്ന് വെട്ടിത്തരും എല്ലാവർക്കും കൊടുക്കാനായിട്ട്. ഞാൻ തന്നെ ഇങ്ങനെ വെച്ചോണ്ടാ. താങ്ക് യു ഗൈസ്. ഷാരു നീ തന്നെ വെട്ടിയിട്ട് നീ തന്നെ തിന്നോ. കുറച്ച് വെച്ചേ. അല്ല എനിക്ക് തരണ്ട കേട്ടാ. അയ്യോ ഞാൻ മത്ത് പിടിച്ചു ഓൾറെഡി. നീ ഷുഗർ കട്ടാണോ? ബ്ലാക്ക് മെയിലിംഗ്. താങ്ക് യുടാ. താങ്ക്സ് ഫോർ കമ്മിങ്. ഇതും വെച്ചോണ്ട് നടക്കണോ ഞാൻ? എങ്ങനെയൊക്കെ ഇന്നലെ ഞാൻ കണ്ടാണല്ലോടാ. ഒരു വാക്ക് പറയണ്ടാടാ തെണ്ടി. നിനക്ക് ഫുൾ കേക്ക് തരാനുള്ള ഭാഗ്യം ഉണ്ടായി. അയ്യോ എന്നാടാ ജോബി നീയും കൂടെ ഉള്ളു ബാക്കി. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കുറച്ച് നേരം കട. ഓ എനിക്ക് വയ്യ. താങ്ക് യു ഗൈസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഗുരു പ്രസന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. താങ്ക് യു ഗൈസ്. എനിക്കറിയാം. താങ്ക് യു. സന്തോഷമായി. തുറന്നു നോക്കണോ? തുറക്കട്ടെ? അങ്ങനെയൊന്നുമില്ല. എനിക്കിഷ്ടമാണ് തുറക്കാൻ. ഓക്കെ ഗൈസ്. എടി ഇങ്ങനെയൊക്കെ പിടിച്ചാൽ മതി. എന്റെ വ്ളോഗല്ലേ അത് കുഴപ്പമൊന്നുമില്ല. ആരും ഞാൻ പറയാം ഇത് എടുക്കാൻ അറിഞ്ഞൂടാത്ത ഒരാളാണ് എടുത്തോണ്ടിരുന്നത്. നീ വ്ളോഗർ അല്ലായിരുന്നാ പണ്ട്? നിന്നെ പോലെ കീറട്ടാടാ. ഓ ശരി. ഞാൻ ഫുജിന്ന് തന്നെ കണ്ടറാ. എന്തോ ഫുജിയുടെ ഐറ്റം ആണല്ലോ. ഓ ഡേ ഇത് ഞാൻ മിനിയാൻ നോക്കിയതല്ലോടാ. മറ്റേ ഓർമ്മയില്ല ഐ എടാ നീ എനിക്ക് ഇൻസ്റ്റാക്സ് സാധനം വാങ്ങിച്ചതിന് വേണ്ടി വന്നതാണ്. ഓൾറെഡി ഇത് നീല എൻ്റെ ഉണ്ട്. നീ കഴിഞ്ഞാണ് ഓർമ്മയില്ലേ? ഇത് വെറൈറ്റി സാധനമാണ്. ആ ഇത് കൂടിയതാണെന്ന് തോന്നുന്നല്ലേ? നിങ്ങൾ അത് ക്ലോസ് ചെയ്തോ. ബാങ്കിൽ പൈസ ഇല്ലാന്ന് പറയാൻ വിളിക്കണേ. ഓക്കെ ഗൈസ് താങ്ക് യു. വീണ്ടും ഒരു ഇൻസ്റ്റാക്സ് പോളറോയിഡ് ക്യാമറയാണ്. ഇത് വെച്ച് എല്ലാവരുടെയും ഫോട്ടോ എടുക്കാം നമുക്ക്. ആ അത് തന്നെ നീല. അത് വേറെ ഇത് കുറച്ചുകൂടെ പുതിയ സാധനമാണ്. അത് അന്നത്തെ ഇത് ഇന്നത്തെ ഇപ്പോഴത്തെ. ഓ വേറെ ലെവൽ സാധനം. ഓ അടിപൊളി ചേട്ടാ. സെറ്റ് ചേട്ടാ. താങ്ക്സ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇരിക്കും ഗൈസ്. ഓ എനിക്ക് ഇതേപോലെ എന്നും ബർത്ത്ഡേ ആയിരുന്നു ഈ കൊള്ളായത്. താങ്ക് യു ഗൈസ്. ഇതിന്റെയൊക്കെ പൊതി തരാടാ അവരൊക്കെ. എന്തായാലും വീട്ടിൽ വരുമല്ലോ. ഓക്കെ ഗൈസ് എല്ലാം തുറക്കുകയാണ് ഞാൻ. കണ്ടന്റ് ഗുരുവിനെ കണ്ട് പഠിച്ചതുകൊണ്ട് എല്ലാം ഞാൻ തുറന്നു നോക്കും. ജീഷോക്കാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. ജീഷോക്കാണെങ്കിൽ എല്ലാവർക്കും എൻ്റെ ടേസ്റ്റുകളൊക്കെ അറിയാവുന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഫോട്ടോഗ്രാഫി സനുബ്രോ ഇല്ല ഞാൻ ഈ സാധനം ഇതുവരെയാണ് വാങ്ങിച്ചിട്ടില്ല. ജിഷോക്കൻ്റെ അതെന്താ ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുന്നത്? എന്തുവാ ഞാൻ അങ്ങനെ എന്നെ അവിടെ സെറ്റ് കേട്ടാ. നൈസ്. ഇല്ലല്ല ഇഷ്ടപ്പെട്ട് ഓടി. ഇല്ലല്ല ഇഷ്ടപ്പെട്ട്. എന്റെ എല്ലാം മാട് വാച്ചുകളാ. അല്ല അല്ലല്ലേ എല്ലാം ഞാൻ നോർമലി എല്ലാം മാട് വാച്ചുകളാണ് വാങ്ങിക്കുന്നത്. ഇല്ല ഇത് നൈസ്. കറക്റ്റ് സൈസിൽ ഒരു വാച്ച് ഇരിക്കട്ടെ. താങ്ക് യു ഗൈസ്. താങ്ക് യു. ഇരുന്നോ. അതാണ് ഞാൻ നോക്കുന്നത്. ഇവന് സമയമില്ല. ഞാൻ ഈ സമയമില്ലാത്തവൻ എങ്ങനെ വരും എന്ന് ഇങ്ങനെ ആലോചിച്ചതേ ഉള്ളൂ. അത് ചിലപ്പോ സത്യമായിരിക്കുമല്ലോ. അവൻ ബിസിയാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ചിലപ്പോ അവൻ രാത്രി ആയിരിക്കും ഫ്രീ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ടാ. ഭയങ്കരമാണ് കേട്ടാ. താങ്ക് യു ഗൈസ്.
എത്രയും ആൾക്കാർ എന്തിനു വന്നെന്ന് ഞാൻ പേടിയാവുന്ന എനിക്ക്. ഞാൻ അവിടെ ഇങ്ങനെ ആൾക്കാരെ തന്നെ പേടിച്ചിങ്ങനെ ഇരിക്കുന്നു. അത് അന്ന് നീ കൊണ്ടുവന്നാണ് ഞാൻ പേടിച്ചത്. ഞാൻ ജനിക്കുന്നത് എല്ലാവരും ഇരിക്കും. ആദ്യമായി തന്നെ ഇത് ഓർഗനൈസ് ചെയ്തത് നമ്മളെല്ലാം തന്നെയാണ്. ആൻഡ് അത് കേട്ട് വന്ന നിങ്ങൾ എല്ലാവർക്കും എന്റെ ഹൃദയം ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇതിപ്പോ ഒരു ശീലമായില്ലേടേ, ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണം സ്വീകരിച്ച് സെറ്റാക്കിയല്ലേ. വെരി സീരിയസ് നോട്ട്. എന്റെ ലൈഫിലെ ഏറ്റവും വലിയ എന്താ പറയുക ലക്ക് എന്താണെന്ന് വെച്ചാൽ ഐ ഗോട്ട് ദ ബെസ്റ്റ് ബ്രദർ ഇൻ ദ വേൾഡ്. ഞാൻ പറയാതിരുന്നതായിരുന്നു പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഞാൻ ഈ പരിപാടി തുടങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു സിനിമ മോഹം ഉണ്ടെങ്കിലോ എന്റെ എന്ത് ടാലന്റ് ഉണ്ടെങ്കിലോ അത് ആകെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഫാമിലിയിൽ ഒരേ ഒരാളേ ഉള്ളൂ. ദാറ്റ് ഈസ് മൈ വൺ ആൻഡ് ഓൺലി സൺ. അപ്പോ ദിസ് ഈസ് വെരി സ്മോൾ ഗിഫ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആദ്യം നമ്മൾ എന്തായിരുന്നു ഒരു വാച്ച്, പിന്നെ നമ്മളൊരു മൈക്ക്, പിന്നെ നമ്മളൊരു ഇത് തന്നെ ഗിഫ്റ്റ് ആണ്. പുതിയ ഗിഫ്റ്റ് ഇനിയുണ്ടോ ഗിഫ്റ്റ്? കണ്ണടയ്ക്കണോ? വലിയ സെറ്റപ്പാണോ? എന്തോ വലിയ സാധനമാണെങ്കിൽ ഇന്ന് കണ്ണൊക്കെ അടയ്ക്കണോ? എന്തുവാണ് ഇത്? ഐഫോൺ തോന്നിയാസോ? മൈ ഗോഡ്. ഓ നോ, M5. ഓ മൈ ഗോഡ്. ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. ഇതെങ്കിലും ചെതലിന് തിന്നാൻ കൊടുക്കരുത്. ഇത് ചെതൽ അരിക്കൂല, അലൂമിനിയം ആണ്. ഡെയിലി വ്ലോഗ് തുടങ്ങിയൊക്കെയാണ്. തുടങ്ങിയത്. താങ്ക് യു ഗൈസ്. എല്ലാവരും കണ്ടോളൂ ഗൈസ്. വലിയ എന്തോ പറയില്ല, ഗിഫ്റ്റ് വാങ്ങിച്ച് താങ്ങാൻ വയ്യ. ഒരുപാട് ഗിഫ്റ്റായി. ആൾക്കാരൊക്കെ കണ്ണുവെച്ച് തുടങ്ങിയിടേ. എവനെ ഡൊണേറ്റ് ചെയ്യുമെന്നൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി ഗിവ് അവേ കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് അത് വേറെ ആരെങ്കിലും നോക്കിക്കോളാം. സോറി, ദിസ് ഇസ് ഓൾ മൈൻ. ഞാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച്. ഭയങ്കര ഹാപ്പി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അല്ലേലും ഹാപ്പിയാണ്. നമ്മൾ ഇതേപോലെ എപ്പോഴും കൂടുന്നതാണ് ഓരോരുത്തരുടെ ബർത്ത്ഡേക്ക്. സോ ദിസ് ഈസ് മോർ ലൈക്ക് ഒരു റിച്വൽ പരിപാടി. എന്റെ ബർത്ത്ഡേ വരുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. ഈ ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന പരിപാടി ഞാൻ യൂസ് ടു അല്ലേ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് ഒറ്റയാനായിട്ട് നടക്കുന്ന പരിപാടിയാണ് ഇഷ്ടം. പക്ഷേ എനിക്കറിയാം ഗൈസ്. താങ്ക് യു സോ മച്ച്. ഇല്ല, ആ പ്രായം കഴിഞ്ഞ് കരച്ചിൽ പരിപാടി കരയാവുന്നതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇല്ല, കരച്ചിലൊന്നുമല്ല, സന്തോഷമുള്ളൂ ഗൈസ്. ഐ ആം ഹാപ്പി. ഒന്നുമില്ല, ഞാൻ ആ കൂടെ ഇവിടെ മിസ് ചെയ്യുന്ന ഇല്ലാത്തവ മാത്രമാണ്. സോ ഇറ്റ് മീൻസ് എ ലോട്ട്. ഈ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ എൻ്റെ എല്ലാവരും ഉണ്ട്. അവളുണ്ട്, അവനുണ്ട്, പിന്നെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അതും എൻ്റെ ഒരു ഭാഗ്യമാണ്. എവളുണ്ട്, എല്ലാവരും ഇന്റർനാഷണൽ സ്റ്റാർസ് എല്ലാവരും നാട്ടിൽ വന്ന ബർത്ത്ഡേ എന്നുള്ളൊരു രീതിയിൽ വെരി ഹാപ്പി. അവനില്ലായിരുന്നു. അപ്പം മറ്റേ എന്തോ പറയല്ലോ, പ്രോക്സി ആയിട്ട് കഴിഞ്ഞ തവണ ആഘോഷിപ്പിച്ചത് അവനാണ്. സോ എല്ലാവരും ഗൈസ്, നിങ്ങളെല്ലാവരും എൻ്റെ പെർമനന്റ് കോൺസ്റ്റന്റ് ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ഗിഫ്റ്റ് ഒക്കെ തന്നില്ലെങ്കിലും എല്ലാവരുടെ അടുത്ത് സ്നേഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും ഡസന്റ് മാറ്റർ. എടേ ഒരു പാടുമില്ല. സോളായിട്ട് നടക്കുന്നത് എനിക്ക് ഒരു പാടുമില്ല. അതൊന്നും ഇവിടെ ഇറക്കിയാൽ നടക്കൂല. പോടാ, ഞാൻ നാരായണൻകുട്ടിയല്ല. ആ 12 മണി വരെ എവന്റെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ പാട് വരാൻ ചാൻസ് ഇല്ല. സോനുവിന്റെ കൂടെ ആയിരുന്നു. സോനു എവളും ഉണ്ടായിരുന്നു, എവനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇതെന്തേ കുറെ നേരമായിട്ട് കുഞ്ഞു വീണോണ്ടിരിക്കുന്നത്. ഇതെവിടെ? അയ്യോ, അത് അലിഞ്ഞു പോയല്ലോ. താങ്ക് യു ഗൈസ്. നിങ്ങൾ എല്ലാവരും ഇരിക്കും. എനിക്ക് എന്തോ പോലെ ടെൻഷൻ പോലെ. സിറ്റ് ഡൗൺ പ്ലീസ് ഗൈസ്. നമ്മുടെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. ഫുൾ സർപ്രൈസ് ഒക്കെ അടിപ്പിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ്. മിസ്റ്റർ ഗുരു. ഡെയിലി വ്ളോഗ്. ശരിയാണ് കേട്ടാ. 5ാമത്തെ ഡേ, 5th ഡേ. ഇനി സനിബ്രോ ഡെയിലി കണ്ടന്റ് എടുത്ത് എന്നെ പോലെ ഒരു ആത്മാവായിട്ട് നടക്കുന്നു. മൈ ഗോഡ്, സത്യം കേട്ടാ നല്ല പണിയാണ്. 5 ദിവസമായപ്പോഴേക്കും മനസ്സിലായി. ആൾക്കാർ ചോദിച്ചു തുടങ്ങിയടേ. ഇന്ന് ഞാൻ മറന്നുപോയി പബ്ലിക് ആക്കാൻ. പക്ഷെ എന്തൊക്കെയോ ചെയ്ത് പോണുണ്ട് ഗൈസ്. ഞാനൊരു ബിഗിനറാണ്, അതുകൊണ്ട് ക്ഷമിക്കുക ഗൈസ്. ഞാൻ പറഞ്ഞില്ല, മാക്സിമം ട്രൈ ചെയ്യുന്നു. യെസ്, ഐ ആം എ ബിഗിനർ. അത് പറ്റൂല, ആൾക്കാരെ സമ്മതിക്കുന്നില്ല. ഗൈസ്
എത്യോപ്യ, ബെന്നി, നെക്ക, സൂപ്പർ ഗ്രേറ്റ്ഫുൾ ഗൈസ്, സൂപ്പർ ഹാപ്പി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്, വീണ്ടും കഫിക്കാനെ വെച്ചൊരു ഞെട്ടിക്കുന്ന സർപ്രൈസ്. ഇത് എനിക്ക് ശീലമായി തുടങ്ങിയിരിക്കുക. എനിക്ക് അടുത്ത പ്രാവശ്യം കഫിക്കാനെ നീ ബർത്ത്ഡേ ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം മറ്റേ മെട്രോക്ക് അകത്ത് കൊണ്ടുപോയി അതിന്റെ അകത്ത് സർപ്രൈസ് കൊടുക്കാം. അത് അവൻ തന്നെ നടത്തിയിട്ടുണ്ട്. മെട്രോയിനകത്ത് ബോഗിയൊക്കെ അങ്ങനെ എന്തെങ്കിലും അവന് ചോദിച്ചാൽ അവനെല്ലാം അറിയാം. മെട്രോ ഒക്കെ സെറ്റ് ആയി തരുമോ? മെട്രോ തന്നെ നിർത്തി തരും. എന്നാ പിന്നെ നമുക്ക് തൃശ്ശൂർ പൂരത്തിന്റെ നടുക്കൊണ്ട് അമിട്ട് പൊട്ടിച്ച് ശരിടാ. ഓക്കേടാ, ഞാൻ ഒന്നും പറഞ്ഞു. ഓക്കെ ഗൈസ്, ഇത് എന്തായാലും നമ്മളെന്തെങ്കിലും കഴിക്കട്ടെ. ബൈ. കയറി മരിച്ചു. ഓ എന്നെ മറ്റേ ഒടിച്ചു കുത്തി കിടത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ പാവം ഉറങ്ങുകയാണ്. കാലിലെല്ലാം പക്ഷെ കൊള്ളാം കേട്ടാ, നല്ല കേക്ക്. പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യും കേക്ക്. അപ്പോൾ എവളാണ് മറ്റേ ഷാസിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന. താങ്ക്സ് ദിയ ഫോർ ഇൻട്രൊഡ്യൂസിങ് ഷാസിയ. അവളുടെ എല്ലാ കേക്കുകളും അവൾ ഷാസിയെ കൊണ്ടാണ് ഡിസൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളും പിന്നെ പുള്ളിക്കാരിയുടെ കസ്റ്റമേഴ്സായി. പിന്നെ എല്ലാ കേക്കും നമ്മളും പിന്നെ സെറ്റാക്കി. യെസ്, താങ്ക് യു. മാംഗോ ആണ്. നീയാണോ ഫ്ലേവർ ഡിസൈൻ ഇത് ചെയ്തത്? സീസണലാണ് മാംഗോ ഇപ്പോൾ, അതുകൊണ്ടാണ്. അതെ ഗൈസ്, ഷൂട്ട് ചെയ്യുന്നവരല്ലേ ആ സൈഡിൽ നിന്ന് ആരോ ഷൂട്ട് ചെയ്യണമെന്നേ പറയുള്ളൂ. പക്ഷെ ഈ വടി വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് പറയൂല. നീ ഇങ്ങനെ തലേനെ മോളിൽ പോക്ക്. അങ്ങനെ വേണല്ലേ? ഹായ് ഗൈസ്, മറ്റേ ഡ്രോൺ ഷോട്ട് എന്ന് വിചാരിച്ചോളൂ ആൾക്കാർ. ഉച്ചി വ്ളോഗ്. വിവരോ എന്തോ വിവരം എന്നൊക്കെ ഞാൻ കേട്ട, ബാക്കിയൊന്നും കേട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ ടു മീ ഗൈസ്. താങ്ക് യു ഗൈസ്. ബർത്ത്ഡേക്ക് വന്ന ആൾക്കാർ ഷാരു, അനന്തു, സുഹേർ. വലിച്ചു നീട്ടിയാടാ. ഒരു ഹായ് പറഞ്ഞാടാ. ഇത്രയുള്ള ഹായ്. ഓക്കെ. ജോബി, ഒരു ഹായ്, ഒരു ഹായ്, ഒരു ഹായ്, ഒരു ഹായ്, ഹായ്, ഹായ്. എടീ ഹായ് പറയടി. നീ എന്താണ് നോക്കണം? ഹായ്, ഹായ്, ഇതാ ഹായ്. അയ്യോ ഓക്കെ ബൈ. അയ്യോ എന്നെ കാണാം. ബൈ ഗൈസ്. എൻ്റെ ഗുരുവിൻ്റെ സ്നേഹ സമ്മാനം. അയ്യോ ഇവിടെ വരണോടാ. എന്നെ ബ്ലോഗിലോട്ട് കൊണ്ടുവന്നതിന് ബിഗ് താങ്ക് യു. അവിടെ ക്യാമറയിൽ അവിടെ ഉണ്ട് ഗൈസ്. അവനാണ് ഷൂട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നത് നമ്മൾ ക്ലോസ് ആയ സമയത്തും ഇതേപോലെ ഒരു ബർത്ത്ഡേ ടൈമിലാണ് എനിക്കൊരു പോളറോയിഡ് ക്യാമറ ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം അന്നത്തേന് ശേഷമാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിച്ചും ക്ലോസ് ആയി തുടങ്ങണം. അതിന് ശേഷം എന്താ അനദർ പോളറോയിഡ് ആൻഡ് ഐ എം എ ബ്ലോഗർ. ഓഫ് എനിക്ക് വയ്യടേ. സത്യം കേട്ടാ. എനിക്ക് വേറെ കേസാ, ഒരുപാട് ആൾക്കാരെ കിട്ടി, സബ്സ്ക്രൈബേഴ്സ്, സ്നേഹമുള്ള ആൾക്കാരാണ്. എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് നീ ഇതിൽ ഇത്രയ്ക്കും കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്ന എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു അത്രയും ഫോളോവേഴ്സ് ഓക്കെ എൻ്റെ രീതി നോക്കിയാൽ ഭയങ്കര വലിയൊരു സംഭവമാണ്. ഇത്രയും ആൾക്കാർ കൺസിസ്റ്റന്റ് ആയിട്ട് അൺഫോളോ ഒന്നും അടിച്ചു പോകാതെ ഇരിക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല ഇറ്റ്സ് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ഫീലിംഗ് ആണ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, താഴെ ഒരു സബ്സ്ക്രൈബർ കണ്ട് നമ്മളെ വീഡിയോയിൽ ഒരു സാധനം കണ്ടിട്ട് വന്നൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യണമെന്ന് നീ ഒന്ന് ആലോചിച്ചു. അബുദാബി എന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നത് ഞാൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രമാണ്. അതെ, അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് വേറെ ലോകത്തിന് എന്ത് ചെയ്താലും കിട്ടൂല. നിനക്കായാലും ഷാസിനായാലും എല്ലാവർക്കും ആ ഒരു സംഭവം എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. ഐ ആം ഗോയിങ് ടു ട്രൈ മൈ ബെസ്റ്റ്. എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാന്നുള്ള പ്ലാനിലാണ്. അമ്മേ അവിടെ വേറെ എന്തൊക്കെയാണ് ഇരുന്നത്? പോളറോയിഡിലാണ്. ഇൻസ്റ്റാക്സ് അല്ല, പോളറോയിഡാണ്. ഓ നൈസറ. നല്ല എസ്തെറ്റിക് വിന്റേജ് ലുക്ക് സീൻ സാധനം. ജസ്റ്റ് ലൈക്ക് കട്ട എസ്തെറ്റിക് അൺറാപ്പ്. ഓക്കെ ഇത് നമ്മളൊന്ന് പഠിച്ചിട്ട് ഇതിന് വലിയ DSLR ആണ് യൂസ് ചെയ്യണമെങ്കിലും ഈ സാധനത്തിൽ ഞാൻ ഇതുവരെയായിട്ട് കൈ കിട്ടാത്തൊരു ഐറ്റമാണ് കേട്ടോ. ഇത് പുതിയൊരു ഐറ്റമാണ്. നോക്കട്ടെ, ഇത് ഈ സാധനം ഇതിൻ്റെ അകത്തോട്ട് ഇടണം, എന്നിട്ട് നമ്മൾ വരുന്നതായി. അപ്പം നീ അലർജിയൊക്കെ നോക്കിയൊക്കെ തന്നെയല്ലേ കഴിക്കുന്നതെല്ലാം? നൈസ്. എല്ലാവരും കഴിക്കുന്നു. എൻ്റെ ഒരു മാക്രോണി പാസ്ത പറഞ്ഞിട്ടുണ്ട് കേസ്, അതും കൂടെ വന്നിട്ട് കുടിക്കാം. എൻ്റെ യുസു ആസ് യൂഷ്വൽ
അങ്ങനെ ഗൈസ് എൻ്റെ ഫുഡ് വന്നിരിക്കുകയാണ്. അലിയോ അലിയോ ആസ് ഓൾവേസ് വിത്ത് മാക്കറോണി. അലിയോ അലിയോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ? ഞാൻ ഒരു സോസ് ഒന്നും ഇടൂല. ചിക്കൻ കഴിച്ചോ? ഞാൻ പറഞ്ഞു കേട്ടതാ. പക്ഷേ ഒരു പാസ്ത എങ്ങനെ കുക്ക് ചെയ്യും? അൾഡൻ്റെ എന്ന് പറഞ്ഞില്ല, നമ്മൾ ഈ ആ ചെറിയ ബൈറ്റ് വേണം, അതുകൊണ്ടാണ്. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. തപ്പിക്കാൻ അടയ്ക്കാറായി, എന്നാലും കുഴപ്പമില്ല. ഇപ്പോഴും ഫുഡ് വന്നതല്ലേ. 11 മണിയായുള്ള അപ്പോൾ കുഴപ്പമില്ല. 12 മണി വരെ ഉണ്ട്. സൂപ്പർ അല്ലേ? ഞാൻ പറഞ്ഞേ നമ്മളെ ചോയ്സ് ഒന്നും അങ്ങനെ പോവാറില്ല. മടമടാൻ തിന്നണുണ്ടാവും. ഇനി തിരിച്ചു വരട്ടെ, പോട്ടെ വണ്ടി. നീ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ച് എന്നിട്ട് അവിടെ ഇരുന്ന് മിണ്ടായിരിക്കണ. സോസൊന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ സിമ്പിൾ ആയിട്ടുള്ള ഇതിലാണ് അല്ലേ? കഴിച്ചിട്ട് വരാം ഗൈസ്. ഈ ഒരു പോളറോയിഡ് സാധനം പഠിക്കുകയാണ് ഗൈസ്, നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ടെക് ഗുരുവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് വീട്ടിൽ പോകും. ആ പടം തന്നെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കും. ഇതാണ് പ്രിന്റ് എന്ന് തന്നെ കാണിച്ചേക്കണം ബട്ടൺ. ഗൈസ് ഈ ആപ്പ് വഴി നമ്മൾ പ്രിന്റ് അല്ല വന്നോണ്ടിരിക്കും പ്രിന്റിങ് ഒന്നും. അത് തന്നെ അതൊന്ന് നീ പ്രിന്റ് ആക്കിയെടുത്തേ. 100% ചെയ്യാം. പ്രിന്റഡ് ഒന്ന് മെസ്സേജ് വന്നു. ഇങ്ങനെ ആട്ടണ്ടല്ലേ, ഫിലിം ഡെവലപ്പ് ചെയ്യണ്ടല്ലേ? ആട്ട് നല്ലപോലെ അങ്ങോട്ട് ആട്ട്. ഇത് കുറെ ആട്ടേണ്ടി വരുമല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ ആട്ടുന്നില്ല, നമ്മൾ ഫോട്ടോ എടുക്കട്ടെ. വേറെ ഒന്നുമില്ലല്ലോ, നമ്മൾ വീട്ടിൽ പോയില്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ ബർത്ത്ഡേക്ക് വന്ന് എന്നെ ഹെൽപ്പ് എന്താണ് പറഞ്ഞ നമ്മള് അല്ല സന്തോഷിപ്പിച്ചേ. എനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ്. ബർത്ത്ഡേക്ക് വന്ന എല്ലാരെയും എനിക്ക് അല്ല റീകട്ട് കോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരി ഞാൻ പറഞ്ഞ അടുത്തു. ഓക്കെ അങ്ങനെ ഗൈസ് നമ്മളെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞു. നീല കളറിൽ കിടക്കണ അത് പേർഡാടാ. പേർഡും ആണ്. മറ്റേ എന്തോന്ന് എന്റെ പേര് വോയിസ് ആക്റ്റീവ് വോയിസ് ക്യാൻസർ. അപ്പൊ ഗൈസ് താങ്ക് യു സോ മച്ച്. ഇവൻ മറ്റേ 2500 കാണിക്കല്ലോ കൈനീട്ടം കൊടുത്തിട്ട് ഉറക്കമില്ലാതെ വന്നിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ദാ ഫസ്റ്റ് ഓഫ് ഓൾ. വ്ളോഗ് ഇറങ്ങുമ്പോൾ ഇത് തന്നെ പറയണം കേട്ടോ. വ്ളോഗ് ഏത് വ്ളോഗ് ഇറങ്ങുമ്പോൾ? നിന്റെ ഒരു വ്ളോഗ് ഉണ്ടല്ലേ? എടാ ദുഷ്ടാ, ഞാൻ വരണേന് മുമ്പ് എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അവന്റെ സഹധർമ്മിണി, പിന്നെ എന്റെ അനിയൻ, എല്ലാത്തിനും കാരണക്കാരനായ എന്റെ അമ്മയെ പോകാനും വയ്യല്ലോ. ആകെടാ താങ്ക്സ് ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച് ഫോർ ദ അൺഎൻഡിങ് ഗിഫ്റ്റ്. ഓരോ ദിവസം വെച്ചിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ ചോദിക്കുന്നു ഇവനെ ഗീവ് അവേ കൊടുക്കുന്നുണ്ടോ എന്ന്. ഞാൻ കൊടുക്കൂല ഗൈസ്, ആർക്കും കൊടുക്കുന്ന പ്രശ്നമില്ല. പിന്നെ നിന്നെ വേണമെങ്കിൽ ഗീവ് അവേ കൊടുക്കാം, സോനുവിന്റെ ചോദിച്ചിട്ട്. അപ്പൊ താങ്ക് യു ഫോർ ദ കേക്കും. നീയാണോ നേരത്തെ വന്ന് എല്ലാം അറേഞ്ച് ചെയ്തെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അവളത് പിന്നെ താങ്ക്സ് ഒന്നും ഞാൻ പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. അതെ വാങ്ങിച്ചാ സൈസ് മാറ്റിയാ? താങ്ക്സ്. അപ്പൊ അതിന്റെ ഷർട്ടും കിട്ടുന്നുണ്ട്. താങ്ക്സ് ഡാ. ഹാപ്പി ബർത്ത്ഡേ ടു യു ഫോർ ഓൾവേസ് കമ്മിങ് ഫോർ ദ പാർട്ടി. നമ്മളെ ഈ ഒരു ചെറിയ പാർട്ടികൾ. താങ്ക് യു സോ മച്ച്. അങ്ങനെ സുഹേർ ഞാൻ അപ്പുറത്തോട്ട് പോട്ടെ ഗൈസ്. സോനുവിനെ കാണാനില്ല. അപ്പം കൊച്ചിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫ്രണ്ട്, അവനും എപ്പോഴും ഇങ്ങനത്തെ പാർട്ടിയിലാണ് വരുന്നത്. കുടുംബ പ്രാരാബ്ദം ഉള്ളത് കൊണ്ട് അവനെ ഞാൻ തൽക്കാലം അല്ലാതെ ശല്യം ചെയ്യാറില്ല. പിന്നെ ഷാരു പിന്നെ എല്ലാത്തിനും ഓൾ ഇൻ ഓൾ ആയിട്ട് ഉണ്ടാവും ഗൈസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് മിസ്റ്റർ അനന്തു താങ്ക്സ്. നീ ബിസി ആയിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം, എന്നാലും വല്ലപ്പോഴും അവനെ കിട്ടത്തുള്ളൂ. പക്ഷെ കറക്റ്റ് അവൻ ബർത്ത്ഡേക്കും പരിപാടിക്കൊക്കെ മുടങ്ങാതെ വരാറുണ്ട് ഗൈസ്. സോ താങ്ക് യു ഗൈസ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇല്ലാത്ത ഫോട്ടോ വേണേ. കമോൺ ഗൈസ്, ഞാൻ അറിഞ്ഞില്ല ഗൈസ്, ഞാൻ ഗ്രൂപ്പ് ഫോട്ടോയിലില്ല. പക്ഷേ താങ്ക്സ് സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. എനിക്ക് വയ്യ, എൻ്റെ ദൈവം എനിക്ക് വയ്യ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ എല്ലാവരും ഇവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണല്ലോ നോർമലി എല്ലാവരുടെയും ചെയ്യുന്ന. ഇതിപ്പം ഞാൻ ഓർഗനൈസ് വന്നവരൊക്കെ ഇപ്പൊ ഒരു വലിയ ഫാമിലി ആയില്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. മറ്റൊന്ന് പറഞ്ഞാൽ ആകെ 4 പേരായിരുന്നു നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ. ആരുടെ ബർത്ത്ഡേ ആയാലും 4 പേരോട് പോയി ഒരു കേക്ക് മുറിക്കുന്ന അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു സംഘമാടാ. നീ ആലോചിച്ച് നോക്ക്, ഫുൾ ഇത് കംപ്ലീറ്റ് ഒരു കണക്ഷനായി.
ഗൈസ് എല്ലാവരുടെയും ലിങ്ക് ഓഫ് ദ ലിങ്ക് ഞാനാണ്. ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി ഒരു വലിയ കുടുംബമാക്കി മാറ്റിയിരിക്കുകയാണ്. ആൻഡ് ഹാപ്പി ഗൈസ്. ഇത്രയും ആൾക്കാരൊക്കെ എൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിലൊക്കെ വരുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. സോ വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി ഗൈസ്. താങ്ക് യു ഗൈസ്. ഞാൻ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണിത്. അവർ എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. സോ വെരി ഹാപ്പി ഗൈസ്. താങ്ക്സ് റാ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മൈ ബർത്ത്ഡേ ഓസം. Love you all. Love you all. Thank you so much. And guys, tata. Thank you for my YouTube family also. എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക് യു. ഇല്ലല്ല. Thank you guys. Bye bye.